അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മദദ് റിയാദുസ് സാലിഹീൻ ക്ലാസ് 47-ാമത്തെ ബാബ്. അല്ലാഹു തആല ഒരു മനുഷ്യരെ ഇഷ്ടപ്പെട്ട എന്നതിന്റെ അടയാളം അതെന്തിരേന്നു? ആ സ്വഭാവം, ആ അടയാളം ഉൾക്കൊള്ളുടെ സ്വഭാവമുള്ളവനാവണം. അതുപോലെ അതിനെ ഹാസിലാക്കുവാനായി, അത് കരസ്ഥമാക്കുന്നതിനായി അധ്വാനിക്കണം എന്നതൊക്കെ പ്രേരിപ്പിക്കടെ ആ ബാബായിട്ടിക്കട് 47-ാമത്തെ ബാബ്. അതിൽ ഒരു ഹദീസിനെ അങ്ങ് വിശദീകരിച്ചിട്ട് ഇണ്ട് 2-ാമത്തെ ഹദീസായിട്ടിക്കട്. അള്ളാഹു തആല ഒരു അടിമയുടെ, അവന്റെ അടിമകളിൽ നിന്ന് ഒരു അടിമയുടെ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായിട്ടിക്കട് അതിലെ ലക്ഷണം, നമുക്കത് എങ്ങനെ മനസ്സിലാക്കാം? അതിനെ സംബന്ധിച്ചായിട്ടിക്കട് ഇന്നത്തെ ഹദീസ്. അത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ഒരു ഹദീസിലൂടെ പഠിപ്പാട്ടു. അള്ളാഹു തആല ഒരാളെ ഇഷ്ടപ്പെട്ടെങ്കിൽ അള്ളാഹു മലക്കുകൾ ഇട്ടിച്ചുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാമുടെ വിളിച്ചായിട്ട് ചൊല്ല്, ഇന്നാ വ്യക്തിനെ ഞാൻ ഇഷ്ടപ്പെട്ട. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം ഇഷ്ടപ്പെട്ടു. ജിബ്രീൽ അലൈഹിസ്സലാം ബാക്കി മലക്കുകൾ ഇട്ടിച്ചുണ്ട്, ഇന്നാലെ അള്ളാഹു ഇഷ്ടപ്പെട്ട, അതുകൊണ്ട് നിങ്ങളും ഇഷ്ടപ്പെടണം. അപ്പം മലക്കുകളൊക്കെ ഇഷ്ടപ്പെടാറ്. എന്നിട്ടോ ഭൂമിയിലും അയാൾക്ക് വലിയ സ്ഥാനമുണ്ടാവുള്ളൂ. മനുഷ്യന്മാരൊക്കെ അയാൾ ഇഷ്ടപ്പെടാറ്. അപ്പൊ അത് മനുഷ്യന്മാർ അങ്ങനെ ഇഷ്ടപ്പെടാറ് എന്നതിന്റെ അർത്ഥം അള്ളാഹുടെ ഈമാനും തഖ്വയുള്ള ആളുമാരെ മനുഷ്യന്മാർ ഇഷ്ടപ്പെടാറ് എന്നതിന്റെ അർത്ഥം അള്ളാഹു തആല അങ്ങനെ ഇഷ്ടപ്പെട്ട എന്നതായിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഹദീസിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 387 വഅൻഹു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആയിട്ട് ചൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇദാ അഹബ്ബല്ലാഹു തആല അൽ അബ്ദ, അല്ലാഹു തആല ഒരു അടിമയുടെ അല്ലാഹു ഇഷ്ടപ്പെട്ടെങ്കിൽ നാദാ ജിബ്രീല, അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് ചൊല്ലാ, ഇന്നല്ലാഹു തആല യുഹിബ്ബു ഫുലാനൻ, അല്ലാഹു ഇന്നാലിന്ന വ്യക്തിയെ അല്ലാഹു ഇഷ്ടപ്പെടാം. ഫഅഹ്ബിബുഹു, നിങ്ങൾ എന്താക്കണം? ആ വ്യക്തിയെ ഇഷ്ടപ്പെടണം. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ചൊല്ലു. ഫയുഹിബ്ബുഹു ജിബ്രീൽ, അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം അയാൾ ഇഷ്ടപ്പെട്ടു. ഫയുനാദി ഫി അഹ്ലി സമാ, അപ്പൊ ആകാശത്തുള്ള മലക്കുകളൊട്ടിಗೆ ആ മലക്ക് ചൊല്ല്, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ, അല്ലാഹു ഇന്നാലിന്ന വ്യക്തിയെ ഇഷ്ടപ്പെട്ട. ഫഅഹിബ്ബുഹു, നിങ്ങൾ ആ വ്യക്തിയെ ഇഷ്ടപ്പെടുവോ. ഫയുഹിബ്ബു അഹ്ലു സമാ, അപ്പൊ മലക്കുകളൊക്കെ ആകാശത്തുള്ള ആൾക്കാർ ചെന്നെങ്കിൽ മലക്കുകളായിട്ടിട്ട് മലക്കുകളൊക്കെ ആ വ്യക്തിയെ ഇഷ്ടപ്പെട്ടു. സുമ്മ യൂദഉ ലഹുൽ ഖബൂലു ഫിൽ അർദ്, പിന്നെ ഭൂമിയിൽ അയാൾക്ക് കബൂലിനെ വെച്ചു കൊടുക്കും. കബൂലിനെ വെച്ചു കൊടുക്കപ്പെടും. ആൾമാരൊക്കെ അയാളെ സ്വീകരിക്കരുത്, അയാളെ പലക്കത്തെ കാത് കൊടുക്കരുത്, അയാൾ ചൊന്നത് സ്വീകരിക്കരുത്, അയാളെ നിർദ്ദേശം അനുസരിച്ച് നടക്കരുത്. വലിയ വലിയ പണ്ഡിതന്മാർ, മഹാന്മാർ അങ്ങനൊക്കെ നമുക്ക് കാണാം. ആൾമാർ അങ്ങനെ പൊതിര്, അങ്ങനൊട്ടു കൂട്ടര്, അങ്ങനെ കൈപ്പിടിച്ച് മുത്തര്, അങ്ങനൊട്ടു ചേര്, അങ്ങനെ പലക്കത്തെ കാത് കൊടുക്കര്. അതൊക്കെ അങ്ങനെ അള്ളാഹു ഇഷ്ടപ്പെട്ട എന്നതിന് അടയാളായിട്ടില്ല. അതിൽ ആർക്കും ചതിയോ നഞ്ചോ വെച്ചിട്ട് കാര്യം എന്തില്ല. അത് അള്ളാഹ് കൊടുത്ത കബൂലിയത്ത അള്ളാഹ് സ്വീകരിക്കരുതായിട്ടില്ല. മുത്തഫഖുനല്ലേ. അള്ളാഹു തആല അയാൾക്ക് അള്ളാഹ് കബൂലത്ത്, ഭൂമിയിൽ അയാൾക്ക് കബൂലിയത്തിന് അള്ളാഹ് വെച്ചു കൊടുക്കലാണ്. അയാളെ പലക്കത്ത് ബലക്ക്, അയാൾ ആൾമാർ കൈപിടിക്കുന്നത്, ചുംബിക്കുന്നത്, അയാളിട്ട് ദ്വാരപ്പെട്ടത്, അയാളിട്ട് കൂട്ടുന്നത്, അതൊക്കെ അള്ളാഹ് കൊടുക്കണ, അള്ളാഹ് ഇഷ്ടപ്പെട്ട എന്നതിന് ലക്ഷണമായിട്ടിരുന്നത്. നാനല്ല ചൊല്ലേ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിട്ടിരുന്നത്. എന്നൊരു റിപ്പോർട്ട് നോക്കുക. വഫീ റിവായത്തിൻ ലി മുസ്ലിം, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ആക്കിയത്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹു തആല ഇദാ അഹബ്ബ അബ്ദൻ ദഅ ജിബ്രീല. സെയിം അതേപോലത്തെ ഹദീസാണ്. അള്ളാഹു തആല ഒരാളെ ഇഷ്ടപ്പെട്ടെങ്കിൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചു ചൊല്ല. ഫഖാലദ, അല്ലാഹു ചൊല്ല്, ഇന്നി ഉഹിബ്ബു ഫുലാനൻ ഫഅഹ്ബിബുഹു, ഇന്നാലിന്ന വ്യക്തിയെ ഞാൻ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ഇഷ്ടപ്പെടും. ഫയുഹിബ്ബുഹു ജിബ്രീൽ, അപ്പൊ ആ വ്യക്തിയെ ജിബ്രീൽ അലൈഹിസ്സലാം ഇഷ്ടപ്പെട്ടു. സുമ്മ യുനാദി ഫിസ് സമാ, പിന്നെ ആകാശത്തിൽ ആ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വിളിച്ചു ചൊല്ലു. ഫയഖൂലു ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ, അല്ലാഹു ഇന്നാലിന്ന വ്യക്തിയെ ഇഷ്ടപ്പെട്ട. ഫഅഹിബ്ബുഹു, നിങ്ങൾ അയാളെ ഇഷ്ടപ്പെടുന്നു മലക്കൊരട്ടി ചൊല്ല്. ഫയുഹിബ്ബു അഹ്ലു സമാ, അപ്പൊ ആകാശത്തുള്ള ആൾമാർക്ക്, മലക്ക് ആകാശത്തുള്ള ആൾമാർ മലക്കുകൾ അങ്ങൊക്കെ അള്ളാഹ് ആ വ്യക്തിയെ ഇഷ്ടപ്പെട്ടു. സുമ്മ യൂദഉ ലഹുൽ ഖബൂലു ഫിൽ അർദ്, പിന്നെ ഭൂമിയിൽ അയാൾക്ക് കബൂലിയത്തിനെ വെച്ചു കൊടുക്കപ്പെടും.
ചില ആൾമാർ അയാളെ അനുസരിക്കുക, അയാളെ സ്വീകരിക്കുക. അത് ഈമാനും തഖ്വയുള്ള ആൾമാരെ കുറിച്ചായിരിക്കും. അള്ളാഹു ഒരു വ്യക്തിയെ ദേഷ്യപ്പെട്ടെങ്കിലോ ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിക്കുക. ഫയഖൂൽ, അല്ലാഹ് ജിബ്രീലിന്റെ ചൊല്ല, ഇന്നി അബ്ഗിദു ഫുലാനൻ, എന്നാൽ എന്ന വ്യക്തിയോട്ട് കണക്ക് ദേഷ്യമായിട്ട് ഫബ്ഗിദുഹു, നിങ്ങൾ അയാളൊട്ടി ദേഷ്യപ്പെടുന്നു. ഫയബ്ഗിദുഹു ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാം ദേഷ്യപ്പെട്ടു. സുമ്മ യുനാദി ഫി അഹ്ലി സമാ, പിന്നെ ആകാശത്തുള്ള മലക്കോലിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം ചൊല്ല്, ഇന്നല്ലാഹു യുബ്ഗിദു ഫുലാനൻ, ഇന്നാൽ ഇന്ന വ്യക്തിയൊട്ടിക്ക് അള്ളാഹു ദേഷ്യമുണ്ട്, അള്ളാഹു കണ്ടിട്ട് തൃപ്തിയില്ല, ഇഷ്ടമില്ല. ഫബ്ഗിദു അന, അയാളെ നിങ്ങൾ ദേഷ്യപ്പെടുന്നു. ഫയബ്ഗിദു അഹ്ലു സമാ, അപ്പൊ ആകാശത്തുള്ള മലക്കുലൊക്കെ അയാളിട്ട് ദേഷ്യപ്പെടാറ്. സുമ്മ തൂദഉ ലഹുൽ ബഗ്ദാഉ ഫിൽ അർദ്, പിന്നെ ഭൂമിയിലും അയാൾക്ക് ദേഷ്യം ഉണ്ടാവുക, ഭൂമിയിലും അയാൾ ആൾമാർ ഇഷ്ടപ്പെടില്ല എന്നുള്ള. അപ്പോ അല്ലാഹു തആല ഇഷ്ടപ്പെട്ട എന്നതിന് അടയാളം, അല്ലാഹു തആല ഒരാളെ ദേഷ്യപ്പെട്ട എന്നതിന് അടയാളം നമുക്കത് മനസ്സിലാക്കാം. ആൾമാരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കരുത്. അപ്പോ ഈമാനും തഖ്വയുള്ള ആൾമാരെ കുറിച്ചായിട്ട് ഇവിടെ ചൊല്ലേ. അല്ലാണ്ട് ഇപ്പോ വേറെ സിനിമാ നടന്മാരെയോ അതുപോലത്തെ ആൾമാർ സ്വീകരിക്കേണ്ടിക്കണം. അത് ഈമാനും തഖ്വയുടെ മേലൊന്നുമല്ല, അത് ഈ നിലക്കുള്ള കബൂലിയത്തില്ല. അതങ്ങനെ ചിലപ്പോ അങ്ങലോട്ട് അങ്ങനെ പിന്നെ അങ്ങനെ ഈ അഭിനയം കണ്ട് അങ്ങനെ പർവ്വത്ത് കൂടുതൽ എന്നല്ലാണ്ട് അതായത് അങ്ങനെ പൂർണ്ണമായി അനുസരിക്കലെന്നതിക്കില്ല. ഇതങ്ങനെയല്ലല്ലോ. കുറെ ആലിമീങ്ങൾ സ്വാലിഹീങ്ങൾ കൈപിടിക്കുക, അങ്ങനെ ചുംബിക്കുക, അങ്ങനെ പലക്കത്ത് സ്വീകരിക്കുക, അങ്ങനെ അനുസരിക്കുക, അങ്ങനെ മുഖം നോക്കുക, അതൊക്കെ അള്ളാഹു ഇഷ്ടപ്പെട്ടത് കൊണ്ടായിട്ടിക്കല്. അപ്പൊ അങ്ങനെയുള്ള ആളുമാരെ ഞങ്ങൾ ഇഷ്ടപ്പെടണമെന്ന് നമുക്ക് പിന്നെ അതേ തീറുള്ളേ. എന്നല്ലാണ്ട് ഞങ്ങ അങ്ങലോട്ട് ചതി കാട്ടിട്ടോ നഞ്ച് കാട്ടിട്ടോ ഞങ്ങളെ ഒന്നും ആവില്ല, അതൊന്നും നടക്കു പോണ്ടില്ല. അത് അള്ളാഹ് വെച്ചുകൊടുത്ത് കബൂലായിട്ടിക്കല്. അള്ളാഹു തആല കാതെടുത്ത് എല്ലാരെയും നല്ല സാലിഹ്യങ്ങളിൽ അള്ളാഹ് കൊടുത്തട്ടെ, ഖൈറിന്റെ ആളുമാരിൽ കൊടുത്തട്ടെ, അള്ളാഹു ഇഷ്ടപ്പെട്ട മോമിനിയങ്ങളിൽ ഞങ്ങളൊക്കെ അള്ളാഹു കൊടുത്തട്ടെ. എല്ലാരെയും അള്ളാഹു എല്ലാ ഖൈർ തന്ന അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ദുആ വസിയത്തോടു കൂടെ ക്ലാസ് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക, നിങ്ങളെ സ്റ്റാറ്റസിൽ ഇട്ടിട്ടും പ്രചരിപ്പിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.